ഷൈൻചേട്ടന്റെ ക്യാരക്ടറിനെ പറ്റി ഒന്ന് പറയാമോ? അത് മാത്രം പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് അല്ലേ? പാർവതി എന്താ പറയണോട്? പിന്നെ ഒന്നും പറയാം. അതെന്നെ ചോദിച്ചാൽ അതെന്താ സ്വകാര്യം? ആദ്യം തന്നെ ഹായ് എല്ലാവർക്കും. അപ്പോൾ ഹായ് 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 ഷൈൻചേട്ടാ. ഇത് നമ്മുടെ ഈ പടത്തിലെ പുതുമുഖ നടനാണ്. പരിചയപ്പെടും. നമസ്കാരം, എൻ്റെ പേര് അരുണ കുമാർ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഷെയ്ൻ ചേട്ടാ, താങ്ക് യു. ഷെയ്നാണ് എന്നെ ഈ പടത്തിലേക്ക് വിളിച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ സാൻഡ്ര ചേച്ചി, ഡയറക്ടേഴ്സ്, താങ്ക് യു സോ മച്ച്. ബേസിക്കലി ഇവരെന്നെ ആദ്യം വിളിച്ചത് പോസ്റ്റർ ഡിസൈൻ ചെയ്യാനാണ്. എനിക്കൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാനാണ് വിളിച്ചത്. എനിക്കൊരു പോസ്റ്റർ ഡിസൈൻ ഏജൻസി ഉണ്ട്, എസ്തരി കുഞ്ഞമ്മ എന്ന പേര്. നമ്മളിപ്പോൾ റീസെൻ്റ് ചെയ്യുന്ന പ്രേമയുഗം എന്ന് പറയുന്ന പടം നമ്മളാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, എസ്തരി കുഞ്ഞമ്മ. അപ്പോൾ പക്ഷെ പിന്നീടാണ് എനിക്കിതിലൊരു റോള് കിട്ടുന്നതും അത് നന്നായിട്ട് ചെയ്യാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു. ബാക്കി നിങ്ങൾ കണ്ടിട്ട് പറയുന്നത്. ഞാൻ ഈ ടീച്ചറിൽ ഉണ്ടായില്ല, പക്ഷേ പടത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഡിറ്റ് ചെയ്ത് അതുണ്ടാവില്ല. നമുക്ക് കാണാം, തിയേറ്ററിൽ കാണാം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഡയറക്ടേഴ്സിനെയും പ്രൊഡ്യൂസേഴ്സിനെയും കൂടി ഒന്ന് ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം സാൻഡ്ര തോമസ് ആൻഡ് വിൽസൺ തോമസ് once again. രണ്ട് പേരിട്ടകളാണ്, പ്രൊഡ്യൂസറും ഡയറക്ടറും. യെസ്, ആൻഡ്രൂ ജോസ് പെരേര ആൻഡ് എഡി ഷീസ പോൾ. അപ്പോൾ 4 അവർക്ക് ഒരു ഇരട്ട, മൊത്തം 3 ഇരട്ട. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ടീസർ ലോഞ്ചിനെ പറ്റി ഡയറക്ടേഴ്സിന് എന്താണ് പറയാൻ പോകുന്നത്? അല്ല, ഒരു ടീസർ കണ്ടിട്ട് എന്ത് തോന്നി എല്ലാവർക്കും? ക്ലാപ്പ് വരും. നമ്മൾ ഫണ്ണായിട്ടുള്ള കുറച്ച് പരിപാടികൾ, അതായത് ഒരു 3 ലവ് സ്റ്റോറി നമ്മൾ ഫണ്ണായിട്ട് തന്നെ ഈ സിനിമയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെ പ്രതീക്ഷിക്കുന്നു. ഒരു എൻ്റർടൈനറായിട്ട് തന്നെയാണ് നമ്മൾ ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്വീകരിക്കുന്നുള്ള പ്രതീക്ഷയോടെ. ഓക്കെ, അപ്പൊ നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം മാല പാർവതി ചേച്ചി ഇവിടെ ഉണ്ട്. സോ ലെറ്റ്സ് ഹിയർ ഫ്രം ഹർ. ആർഡിക്സിലെ ഷെയ്നും മഹിമയും അവർ 2 ക്യാരക്ടേഴ്സ്, അവർ രണ്ടുപേരും ഒന്നാവുമെന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൊടുത്തു? ആരുമില്ലേ? ഷെയ്ൻ മഹിമ പേര് അവർ ഒരാൾ കൈവയ്ക്കുക, ഒരാളുള്ളൂ. 2 യെസ്, അത് ഈ സിനിമയിൽ എന്താവും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. കഴിഞ്ഞ ആർഡിക്സിൽ ഷെയ്ൻ്റെ അമ്മയായിരുന്നെങ്കിൽ ഇത്തവണ ഞാൻ മഹിമയുടെയും ഷൈൻ്റെ അമ്മയാണ്, ഷൈൻ്റെയും മഹിമയുടെയും അമ്മയാണ്. ഇവരുടെ ടീമിനെ കൂടെ വർക്ക് ചെയ്യാൻ എപ്പോഴും ഒരു വലിയ സന്തോഷമാണ്, ഭയങ്കര എനർജിയാണ്. ഞാൻ ഇഷ്കിൽ ഷെയ്ൻ്റെ അമ്മയായിരുന്നു. ശരിക്കും ഒരു ഷൈൻ്റെ വിവേകാനന്ദൻ വേറിലാണ് ഇപ്പോൾ ഷൈൻ്റെ അമ്മയായിരുന്നു. അങ്ങനെ പല സിനിമകളിൽ അമ്മ ആകാനുള്ള ഭാഗ്യം കിട്ടുന്നുണ്ട്. സാന്ദ്രയുടെ പടത്തിൽ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 2 ഡയറക്ടേഴ്സാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. ഞങ്ങളുടെ സിനിമറ്റോഗ്രാഫർ ലൂക്ക് നമ്മുടെ കൂടെ വർക്ക് ചെയ്ത് അവരൊന്നും ഇവിടെ കാണുന്നില്ല. കൈലാസിൻ്റെ പാട്ടുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എത്ര ഇഷ്ടപ്പെടുന്നത്. ഞാനും സിനിമ കണ്ടിട്ടില്ല, നിങ്ങളെപ്പോലെ തന്നെ അത്രയും പ്രതീക്ഷയിൽ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞങ്ങളെ ബ്ലെസ് ചെയ്യണം, ഞങ്ങളോടൊപ്പം ഉണ്ടാവണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. നൗ ദസ് ചേച്ചി. ഹലോ, എല്ലാവർക്കും നമസ്കാരം, ഗുഡ് ഈവനിങ്. ഒരുപാടൊരു സന്തോഷമുണ്ട്. എന്തായാലും ഈ ഒരു സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ ഞാനും ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഭർത്താവായിട്ട് അഭിനയിക്കുന്ന ആൾ വന്നിട്ടില്ല, ജാഫർ ഇടുക്കിയാണ്. അപ്പം ആ ഒരു സങ്കടം എനിക്കുണ്ട്. പക്ഷേ എന്നാലും നല്ലൊരു കഥാപാത്രം ചെയ്ത സന്തോഷം. നല്ല ക്രൂ ആണ്, നല്ല മിടുക്കന്മാരായ 2 ഡയറക്ടേഴ്സാണ് മലയാള സിനിമയ്ക്ക് വരാൻ പോകുന്നത്. അതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരുടെ ബ്ലെസ്സിങ്ങും ഞങ്ങൾക്ക് വേണം. താങ്ക് യു സോ മച്ച്. Thank you. And yes, we have Ramya Subi over here. ഹലോ. മൈക്കിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ പൊതുവെ പേടിയുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഇത്രയും നല്ലൊരു ക്രൂവിൻ്റെ കൂടെ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആൻഡ് നല്ലൊരു ക്യാരക്ടർ എല്ലാം ചെയ്യാൻ പറ്റിയ സാൻഡ്രയാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഞങ്ങൾ തമ്മിൽ നേരത്തെ പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു പോയിന്റിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്തത് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ നാൽപ്പകൽ എന്ത് മയക്കം
അതിൽ മമ്മൂക്കയുടെ വൈഫായിട്ടാണ്. അപ്പം സാറിൻ്റെയും മമ്മൂക്കേനെയൊക്കെ ഈ ഒരു പോയിന്റിൽ ആലോചിക്കുകയാണ്. ആ ഒരു ക്യാരക്ടർ കണ്ടിട്ട് തന്നെയാണ് ഇവർ ഈ പടത്തിലേക്ക് എന്നെ വിളിക്കുന്നത്. അപ്പം ഒത്തിരി ബ്ലെസ്ഡായിട്ട് ഫീൽ ആവുന്നു ആൻഡ് ഹാപ്പി ആയിട്ട് തോന്നുന്നു. എന്തായാലും ഈ പടം നല്ല രീതിക്ക് വരണം. ഒരുപാട് എഫേർട്ട് ഉണ്ട്. ഒരുപാട് പേരുടെ എല്ലാത്തിലുള്ളതുപോലെ സ്ട്രെയിനും എല്ലാം കൂടെ കൂടിയിട്ടാണ് ഇത്രയും എന്താ പറയുക ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു മൂവി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിന് നല്ലൊരു റിസൾട്ട് ഉണ്ടായി കാണണമെന്ന് എനിക്ക് ഒത്തിരി നല്ല ആഗ്രഹമുണ്ട്. അത്രേ ഉള്ളൂ. ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. ഇതിനെപ്പോഴും എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പണി കഴിഞ്ഞു. അപ്പോൾ ബാക്കി എല്ലാവർക്കും ഞാൻ വിഷ് ചെയ്തുകൊണ്ട് ആൻഡ് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ആൻഡ് ഓൾസോ നമ്മുടെ ബാബുരാജേട്ടൻ്റെ പേരായിട്ടാണ് ഈ മൂവിയിൽ വരുന്നത് എനിക്ക് തോന്നുന്നു. ആൻഡ് എങ്ങനെ ഉണ്ടായിരുന്നു രമി ചേച്ചി ബാബുരാജേട്ടൻ്റെ റൊമാൻസ് ഒക്കെ? റൊമാൻറ്റിക് സീൻസ് ഐ മീൻ. എന്തായാലും കാണുമല്ലോ ഇനിയിപ്പോൾ വരുമ്പോൾ, അപ്പം മനസ്സിലാവും എന്തൊക്കെയോ എക്സ്പെക്ട് ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്താ പറയുന്നതെന്നറിയാം. ആണോ? അല്ല വെയിറ്റ് ചെയ്തിരിക്കുമല്ല. എന്ത് 2 സ്റ്റെപ്പ് റൊമാൻസിന്റെ 2 ഒന്ന് കാണിച്ചു തന്നാൽ ഞാൻ ട്രൈ ചെയ്യും. ഓക്കെ, എന്തായാലും നമുക്ക് സ്റ്റെപ്പ് ഒക്കെ ലാസ്റ്റ് വരുന്നുണ്ട്. നമ്മൾ എന്തായാലും നല്ല അടിപൊളി മ്യൂസീഷ്യൻസ് ഇവിടെ ഉണ്ട്. അവരെ കൊണ്ട് എന്തായാലും നമ്മൾ പാട്ടൊക്കെ പാടിക്കും. ബാബുവേട്ടൻ നിങ്ങൾ തമ്മിലാണ് റൊമാൻസ് കാണിക്കേണ്ടത്. അയ്യോ ബാബുട്ടാ ഷൈൻ ചേട്ടനൊന്ന് മൈക്ക് കൊടുക്കോ. ഷൈൻ ചേട്ടൻ്റെ ക്യാരക്ടറിനെ പറ്റി ഒന്ന് പറയാമോ? അത് മാത്രം പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് അല്ലേ? പാർവതി എന്താ പറയാനോട്? പിന്നെ ഒന്നും പറയാൻ അതെന്നെ ചോദിച്ചാൽ അതെന്താ സ്വകാര്യം? ഓക്കെ, ആ മൈക്ക് നമുക്കൊന്ന് പാർവതിക്ക് കൊടുക്കാം. പാർവതി, എങ്ങനെയുണ്ടായിരുന്നു മൂവി എക്സ്പീരിയൻസ് ആൻഡ് എവരിതിങ്? 2 പാർവതി ഉണ്ട്, പാർവതി ചേച്ചിയും ഞാനും. ഓക്കെ, ആദ്യം തന്നെ ഹായ് എല്ലാവർക്കും. അപ്പോൾ ഹായ് ഷൈൻ ചേട്ടാ. ഓക്കെ, അപ്പോൾ ലിറ്റിൽ ഹാർട്സിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക്സ് ടു സാന്ദ്ര ചേച്ചി, വിൻസൻ ചേട്ടൻ, അതുപോലെ തന്നെ എബി ചേട്ടൻ, അനു ചേട്ടനൊക്കെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഷെയ്ൻ, ബാബുരാജ് ചേട്ടൻ എല്ലാവരും. ഞാനിതിൽ ടെസ്നി ചേച്ചിയുടെ മോളായിട്ടാണ്, ജാഫ്രിക്കയുടെ മോളായിട്ടാണ് അഭിനയിക്കണേ. ജാഫ്രിക്കയുടെയും ടെസ്നി ചേച്ചിയുടെയും മോളായിട്ട്. എനിക്കും നല്ലൊരു ക്യാരക്ടറാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് അപ്പോൾ ആങ്കറിൽ നിന്ന് സിനിമയിലേക്ക് കയറുമ്പോൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ആദ്യം ചെയ്ത സിനിമ അയൽവാശിയായിരുന്നു. നല്ലൊരു പ്രൊഡക്ഷൻ്റെ ബാനറിലാണ് ആ ഒരു പടവും ചെയ്യാൻ പറ്റിയത്. ഇതും നല്ലൊരു പ്രൊഡക്ഷൻ്റെ ബാനറിലാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ 2ാമത്തെ സിനിമയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും വേണം. 2 പടത്തിൽ ഷൈൻ ചേട്ടൻ ഉണ്ടായിരുന്നു. ഷൈൻ ചേട്ടൻ എൻ്റെ ഒരു ലക്ക് ഫാക്ടർ തന്നെയാണ്. 3ാമത്തെ പടത്തിൽ ഷൈൻ ചേട്ടനുണ്ട്. അപ്പോൾ 3 പടം ഷൈൻ ചേട്ടൻ്റെ കൂടെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ സിനിമ റിലീസാകുമ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആൻഡ് വി ഹാവ് പ്രാർത്ഥന. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രാർത്ഥന. എനിക്ക് ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യം തന്നെ താങ്ക് യു സോ മച്ച് ആൻഡ്രോ ചേട്ടാ, എബി ചേട്ടാ, സാൻഡ്ര ചേച്ചി, വിൽസൺ ചേട്ടൻ, എല്ലാവർക്കും വളരെയധികം നന്ദി. പിന്നെ ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഷെയ്ൻ ചേട്ടൻ, മഹിമ ചേച്ചി, ബാബുരാജ് അങ്കിൾ എല്ലാവരോടും എനിക്ക് താങ്ക് യു. ഞാൻ ഇതിൽ രമ്യ ചേച്ചിയുടെ മോളായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ സിനിമ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ആൻഡ് യെസ്, നമ്മുടെ തോമസ് ചേട്ടൻ ആക്ച്വലി സാൻഡ്രേഷിന്റെ ഫാദറാണ്. ഒരു അടിപൊളി ക്യാരക്ടർ